രാധേ രാധേ. എൻ്റെ പ്രേക്ഷകർ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പിന്നാലെയാണ്. അവർ എനിക്ക് നമുക്കിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത്, സാറേ ഈ ഭജനക്കിടയിൽ ക്രിസ്തീയ ഗാനം പാടിയത് ശരിയാണോ? അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇല്ലേ, നന്ദഗോവിന്ദം ഭജൻസ് ഒരു ക്രിസ്തീയ ഗാനം പാടി, ഇത് ശരിയാണോ? അപ്പം ഞാൻ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറി. പക്ഷേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ നിശ്ചയമായും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇറക്കുവാണ്. ഇല്ലെങ്കിൽ ഞാൻ അന്നേ ഇറക്കിയേനെ. ഇപ്പോൾ സംഭവം നടന്നിട്ട് എത്രയോ ദിവസമായി. പക്ഷേ ഇപ്പോഴും എന്നെ ആളുകൾ നിർബന്ധിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ജപ്പാനിൽ ഒരു സെൻ ഗുരുവാണ്. ഈ സെൻ ഗുരുവിനെ മതം മാറ്റുന്നതിന് വേണ്ടി കുറച്ച് പാതിരിമാർ ചെന്നു. അപ്പോൾ പാതിരിമാർ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ബുദ്ധനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഞങ്ങൾക്കിത് യേശു ഉണ്ട്, അപ്പോൾ യേശുവിൻ്റെ വചനങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ സെൻ ഗുരു പറഞ്ഞു, ആട്ടെ എന്താണ് നിങ്ങളുടെ യേശു പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അവർ യേശു ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സെൻ ഗുരു ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല ഇതല്ലേ ബുദ്ധൻ പറഞ്ഞത്? അപ്പൊ ഇദ്ദേഹവും ഒരു ബുദ്ധനാണ്. ഈ യേശു എന്ന് പറയുന്നത് ഒരു ബുദ്ധനാണ്. കാരണം ബുദ്ധൻ പറഞ്ഞതാ, ഈ ചിന്തകൾ ഉള്ളവരെ ഞങ്ങൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹവും ഒരു ബുദ്ധനാണ്. ഞാനിപ്പം അല്ലെങ്കിലും ഒരു ബുദ്ധിസ്റ്റ് ആണ്. ഇനിയിപ്പോ എന്തിനു പുതിയതായിട്ട് മാറുന്നു? പാതിരിമാര് ഞെട്ടിപ്പോയി. പാതിരിമാരെടുത്ത് പറഞ്ഞു, അത് തന്നെ, നിങ്ങൾ യേശു എന്ന് വിളിച്ചു, ഞാൻ ബുദ്ധൻ എന്ന് വിളിച്ചു, ഇത് രണ്ടും ഒന്ന് തന്നെ. ശ്രീരാമകൃഷ്ണ മഠത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മിക്കവാറും ഒക്കെ ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ കേന്ദ്രങ്ങളിൽ യേശുവിൻ്റെ ചിത്രവും എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചു വെച്ചിട്ടുണ്ട്. കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസര് ശരിക്കും ക്രിസ്തീയ മാർഗത്തിലൂടെ പോയി യേശുവിനെ സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരാളാണ്. ബുദ്ധൻ പറഞ്ഞതും ഇത് തന്നെയാണ്. ബുദ്ധൻ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ബുദ്ധൻ പറയുന്നത് ദൈവമില്ല, ദൈവീകതയുണ്ട്. എന്താണ് ബുദ്ധൻ പറഞ്ഞ ദൈവീകത? ഒരു വലിയ പ്രകാശമാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. ആ പ്രകാശത്തിന് ഏത് രൂപവും സ്വീകരിക്കാൻ വരും. ആ പ്രകാശമാണ് നമുക്ക് ഈ രൂപം തന്നത്. അപ്പൊ പിന്നെ ആ പ്രകാശത്തിന് സ്വയം ഒരു രൂപം എടുക്കാൻ പറ്റും. നമ്മൾ വഴിതെറ്റുന്നു എന്ന് കണ്ടാൽ ആ പ്രകാശം രാമനായി വരാം, കൃഷ്ണനായി വരാം, യേശുവായി വരാം, ആരുമായിട്ട് വേണമെങ്കിലും ആ പ്രകാശത്തിന് വരാൻ സാധിക്കും. ആ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെ. അങ്ങനെ ഒരു സെൻസിൽ നോക്കിയാൽ ഈ ഭജനക്കിടയിൽ ഒരു ക്രിസ്തീയ പാട്ട് പാടുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ നല്ലവണ്ണം വായിച്ച് ആത്മീയതയുടെ ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നല്ലൊരു പങ്കും അങ്ങനെ വലിയ ആത്മീയമായി വലിയ ഉയർന്ന നിലയിൽ നിൽക്കുന്നവരോ പണ്ഡിതരോ ഒന്നുമല്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് മാട് പോലെ പാടുപെടുന്നവരാണ്. കൂലിപ്പണിക്കാരുണ്ട്, അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവർക്കൊന്നും നിങ്ങൾ ഇത്രയും വലിയ തത്വങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സാധാരണക്കാരായ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്ത്യൻസിനെ അല്പം സംശയത്തോടെ നോക്കാറുണ്ട്. കാരണം അവർ മതപരിവർത്തനം നടത്താറുണ്ട്, മതപരിവർത്തനം ചെയ്യുമെന്നൊരു വിശ്വാസമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു തരാം എൻ്റെ സ്വന്തം കാര്യം. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകാത്ത ആരും ഈ ലോകത്തില്ല, അല്ലേ? പ്രതിസന്ധികൾ എല്ലാവർക്കും വരും. എൻ്റെ ജീവിതത്തിലും അത്തരമൊരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി വന്നു. അപ്പം അന്നാകട്ടെ ഞാൻ രാധാഭക്തനല്ല, കഠിന കൃഷ്ണഭക്തനാണ്. കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ എവിടെയും പോകില്ല. ഇതെൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. അപ്പൊ ഈ പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഇതിനെക്കുറിച്ച് എൻ്റെ കഠിനമായ കൃഷ്ണഭക്തിയെക്കുറിച്ച്, തീവ്രമായ കൃഷ്ണഭക്തിയെക്കുറിച്ച് അറിയാവുന്ന സുഹൃത്ത് ഒരു ദിവസം വരുന്നു. എന്നിട്ട് എന്നോട് പറയുകയാണ്, നോക്കൂ, നിങ്ങൾ ഇപ്പോഴത്തെ ഇതിന് ഈ ബൈബിൾ വായിക്കൂ, പിന്നെ ഒരു കൊന്തയുണ്ട് പ്രാർത്ഥന ചൊല്ലാൻ, നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഈ കൊണ്ടുവന്ന ആള് വിദ്യാഭ്യാസമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് വലിയ അറിവില്ല, അത് കൊണ്ടുവന്നെന്ന് വിചാരിക്കാം. ഇത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, നല്ല ഉയർന്ന ജോലിയിലിരിക്കുന്ന ഒരാൾ. അയാളിൽ നിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തായി പറയുന്നത്? ഒന്ന്, എനിക്ക് പ്രതിസന്ധി ഉണ്ടെന്നാര് പറഞ്ഞു? ഞങ്ങൾ തരുന്നതെല്ലാം
ഭഗവാന്റെ പ്രസാദമായിട്ടാണ് സ്വീകരിക്കുന്നത്. മനസ്സിലല്ലേ? ഇനി അതല്ല നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഈ ദൈവത്തിന് ശക്തിയില്ല, നിങ്ങളുടെ ദൈവത്തിന് ശക്തി ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളുടെ മതത്തിൽ എല്ലാവരും ഇങ്ങനെ വളരെ ആഹ്ലാദിച്ച് യാതൊരു കുഴപ്പവുമില്ലാതെ രോഗങ്ങളില്ലാതെ എല്ലാവരും അങ്ങ് പണക്കാരായി പെർഫെക്റ്റ് ആയിട്ടാണോ ജീവിക്കുന്നത്? ഇനി അല്ലപ്പനെ ഞങ്ങളുടെ ദൈവത്തിന് ഇച്ചിരി ശക്തി കുറവാണെന്നും പറഞ്ഞുകൊണ്ട്, എടാ നമ്മുടെ അച്ഛൻ ഇച്ചിരി പവർ കുറവാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തണ്ണനെ കയറി ആരെങ്കിലും അച്ഛന്ന് വിളിക്കുവോ? അങ്ങനെ ഒരിക്കലും വിളിക്കത്തില്ലല്ലോ. ഇനി ചില ദിവസങ്ങളിൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ പാസ്റ്റർമാര് മൈക്കുമായിട്ട് കൊണ്ടുവച്ചിട്ട് പറയുന്നത് കേട്ടാൽ ഉണ്ടല്ലോ, ഒരു സാധാരണക്കാരന് ചോര തിളയ്ക്കുന്നതിൽ ഒരു ഇതുമില്ല. അത് യേശുവിലൂടെ മാത്രം മോചനമല്ലാത്തവനൊക്കെ അങ്ങ് മുടിഞ്ഞു പോകും. പിന്നെ അങ്ങ് അലറി വിളിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ എനിക്ക് വണ്ടി ഇറക്കാൻ പോലും പറ്റത്തില്ല, ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഈ പറയുന്നത്. അതേ കണക്ക് തന്നെ ആ ഘട്ടത്തിൽ ഇദ്ദേഹം പോയി കഴിഞ്ഞ് മറ്റൊരു പാസ്റ്റർ എന്നെ സമീപിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അയാൾ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ അറിയാനാണ്, ഞാൻ അയാളെ കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹവും പറഞ്ഞു, ബൈബിള് വായിക്കൂ, മതം മാറാനല്ല പറയുന്നത്, ബൈബിള് വായിക്കൂ മതിയല്ലോ. അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അപ്പൊ സാധാരണക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പൊ ഭജനക്കിടയിൽ ഒരു ക്രിസ്ത്യൻ പാട്ട് പാടിയാൽ എന്താ കുഴപ്പം? അതല്ലെങ്കിൽ തന്നെ ക്ഷേത്രത്തിനകത്തല്ല, കുറച്ചു മാറിയാണെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. അപ്പൊ അവരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങൾക്കൊരു മുസ്ലിം പള്ളിയിൽ ചെന്ന് അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നടത്തുന്ന ഒരാൾ സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കുകയാണ്, പള്ളിക്കകത്തല്ല, പള്ളിയിൽ നിന്ന് ഇച്ചിരി അങ്ങോട്ട് മാറിയാണ് സ്റ്റേജ് കെട്ടി നടത്തുന്നു, മുസ്ലിം ഭക്തിഗാനങ്ങൾ പാടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാളിയുടെ പാട്ട് പാടിയാൽ എങ്ങനെയിരിക്കും? ആ ഭജൻസ് അതേ കണക്ക് വീട്ടിലെത്തുമോ? ഒരു ക്രിസ്ത്യൻ പള്ളി ഇരിക്കട്ടെ, ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് അവിടെ ചെന്നിട്ട് അവരുടെ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, പള്ളിക്കകത്തല്ല, ഒരല്പം മാറിയിട്ടാണ്. ക്രിസ്തീയ ഗാനങ്ങൾ ആലപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കാളിയെ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ട് പാടിയാൽ അത് എങ്ങനെയിരിക്കും? അവരത് ഉൾക്കൊള്ളുമോ? അതാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് മതസൗഹാർദ്ദം? മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉയർന്ന നിലയിലുള്ള ആത്മീയ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു ഹിന്ദുക്കളുടെ ഭജന പാടുന്നതിൻ്റെ ഇടയിൽ ഒരു ക്രിസ്തീയ ഗാനം പാടിക്കഴിഞ്ഞാൽ അത് മതസൗഹാർദ്ദവും മതേതരത്വവും ആവുമോ? ആകത്തില്ല. മുസ്ലിങ്ങളുടെ പിന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പാട്ടുകൾ പാടുന്നതിൻ്റെ ഇടയിൽ ഒരു ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിൻ്റെയോ പാട്ട് പാടിയാൽ അത് മതസൗഹാർദ്ദമാകില്ല. മനസ്സിലായ? ഒരു ആറ്റുകാൽ പൊങ്കാല വരുന്നു, ഒരു ചാനലിൻ്റെ അവതാരക ആരോടത്തോ ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ്, ദേ ആറ്റുകാൽ പൊങ്കാല, അപ്പോൾ പള്ളിയിൽ നിന്നെല്ലാം പറഞ്ഞു എല്ലാ വീടുകളും തുറന്നിട്ട് കൊടുക്കണേ, അവർക്ക് അന്നത്തെ ദിവസം പൊങ്കാല ഇടാൻ. ഇങ്ങനെ പറഞ്ഞാൽ മതസൗഹാർദ്ദമാകുമോ? അത് പള്ളി പറഞ്ഞില്ലെങ്കിലും ജനം ചെയ്യും. കാരണം നിങ്ങൾക്കേ ഉള്ള ഈ മതചിന്ത സാധാരണ ജനങ്ങൾ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? സാധാരണ ജനങ്ങൾ അവർ സ്നേഹം കൊണ്ട് തുറന്നിട്ട് കൊടുക്കും. അത് ക്രിസ്ത്യൻസിൻ്റെ ഒരു ആഘോഷം വന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടുകാർ അവരും തുറന്നിട്ട് കൊടുക്കും. അതൊന്നുമല്ല മതസൗഹാർദ്ദം. പിന്നെ എന്താണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചു കേൾക്കുക, വേർഷിപ്പ് യുവർ ഗോഡ് ആൻഡ് റെസ്പെക്റ്റ് അതർ ഗോഡ്. ഇതാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക, മറ്റു ദൈവങ്ങളെ ബഹുമാനിക്കുക. ഇത് മറ്റ് രണ്ട് മതങ്ങളും ചെയ്യുന്നില്ല. ഈ മതസൗഹാർദ്ദം എപ്പോഴും ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രം ചാരാനുള്ള ഒരു ഏണിയല്ലെന്ന് നിങ്ങൾ അറിയുക. നിങ്ങൾ ഈ പറയുന്ന മത പുരോഹിതന്മാര് ഒരു കാരണവശാലും മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്നവരല്ല. അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ മാത്രം പൂജിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്ക് മാറി മറ്റ് ദൈവത്തിൻ്റെ അടുത്ത് പോകരുത്, പോയാൽ തൊലഞ്ഞു പോകും, അമ്പലത്തിൽ പോകാൻ പാടില്ല, ഇല്ലേ? ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് അത് അവനവൻ്റെ ഇഷ്ടമാണ്. അവനവൻ പൊക്കോട്ടെ. ഒരു ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ ക്രിസ്ത്യൻസ് ബൈബിളെ വായിക്കൂ. മനസ്സിലല്ലേ? ഭഗവത്ഗീത വായിക്കില്ല എന്ന് പറഞ്ഞാൽ അപൂർവം ചിലരുണ്ട്, അതുണ്ട്. അതെവിടെയുണ്ട്, എക്സെപ്ഷണൽ കേസസ് എവിടെയുമുണ്ട്. ഞാൻ പറഞ്ഞാൽ 100 പേരെടുത്താൽ അതിനകത്ത് 90 പേരും എന്ത് ചെയ്യില്ല? അവർ ബൈബിള് മാത്രമേ വായിക്കാവൂ. മുസ്ലിം ആണെങ്കിൽ അവർ ഖുറാൻ മാത്രമേ അവരെ വീട്ടിൽ കാണൂ, വേറെ ഒന്നും അവരുടെ വീടുകളിൽ കാണുകയില്ല. എന്തിനു പറയുന്നു? ഞാൻ പഠിപ്പിക്കുമ്പം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ നിന്ന് ഉണ്ണിയപ്പം പൂജിച്ചു കൊണ്ടുവന്നാൽ
അത് ചിലപ്പോൾ അന്യമതത്തിൽപ്പെട്ട ചില സ്റ്റുഡൻസ് കഴിക്കില്ല. ഇപ്പം ഒരുപാട് മാറിപ്പോയേ. ഇപ്പം അങ്ങനല്ല. ഇപ്പം പലരും സാറേ രുചിയുണ്ടോ, രുചി ഉണ്ടെങ്കിൽ കഴിക്കാം എന്ന് പറഞ്ഞ് അന്യമതക്കാർ കഴിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലും മറ്റു കുട്ടികളുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മതസൗഹാർദ്ദം ഭജനയ്ക്കിടയിൽ ക്രിസ്ത്യൻ പാട്ട് പാടിയല്ല തുടങ്ങേണ്ടത്. ക്രിസ്ത്യൻസും മുസ്ലിംസും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ ദൈവത്തെ മാത്രം ആരാധിച്ചാൽ മതി, പക്ഷെ മറ്റു ദൈവത്തെ നിന്ദിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കണം. മറ്റു ദൈവത്തിൻ്റെ അങ്ങ് ആരാധിച്ചു പോയാൽ അവർ തൊലഞ്ഞു പോകുമെന്ന് പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ കൊടുക്കരുത്. അവർ വായിച്ചോട്ടെ. അവർക്ക് മറ്റെന്തെങ്കിലും ബൈബിൾ, ഇപ്പോൾ ക്രിസ്ത്യൻസിന് ഒരു ഖുറാൻ വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ വായിച്ചോട്ടെ. ഞങ്ങൾ ഹിന്ദുക്കൾ അങ്ങനെയാണ്, ഞങ്ങൾക്ക് ഏത് വേണമെങ്കിലും വായിക്കാം. അതിനെയാണ് മതസൗഹാർദ്ദം. സത്യത്തിൽ മതസൗഹാർദ്ദം തുടങ്ങേണ്ടത് അമ്പലത്തിൽ നിന്നല്ല, പള്ളികളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അവരാണ് വിഷം കുത്തിവെക്കുന്നത്. ഇടയ്ക്ക് എപ്പോഴോ ഞാൻ കേട്ടതില്ലേ, ഒരു ബിഷപ്പോ മറ്റോ പറഞ്ഞത് ക്രിസ്ത്യൻ കുട്ടികൾ ക്രിസ്ത്യൻ സ്കൂളിൽ പോയി പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ളവരാണ് മതസൗഹാർദ്ദത്തിന് തുരങ്കം വയ്ക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ നമ്മുടെ പുസ്തകങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാതെ എന്തു ചെയ്യുക? മതസൗഹാർദ്ദം തുടങ്ങേണ്ടത് പള്ളികളിൽ നിന്ന് തന്നെയാണ്. ഹിന്ദുക്കൾ 95% മതസൗഹാർദ്ദമുള്ളവരാണ്. അതിനകത്ത് പിന്നെ 5% എവിടെയും കാണും. മതസൗഹാർദ്ദമുള്ളവർ തന്നെയാണ്. ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. പോകണമെന്നാരും നിർബന്ധവും പിടിക്കുന്നില്ല. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത്, പുരോഹിതന്മാരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ, നിങ്ങൾ പറയേണ്ടത് വർഷിപ്പ് യുവർ ഗോഡ്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ എന്ത് ചെയ്യുക? ആരാധിക്കുക. ആൻഡ് റെസ്പെക്റ്റ് അതർ ഗോഡ്. മറ്റു ദൈവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? ബഹുമാനിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് മതസൗഹാർദ്ദം. അതുകൊണ്ട് ഇന്നത്തെ സാധാരണക്കാരെല്ലാം ഇവർ ഈ മതം മാറ്റാൻ താല്പര്യമുള്ളവരും അവർ തന്നെ കൊണ്ടുവരുന്ന ഒരു ഉണ്ണിയപ്പോ മറ്റു മതക്കാർ കഴിക്കാത്തവരുമാണ്. ഇതൊക്കെ കണ്ടുവരുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഭജനയ്ക്കിടയിൽ ഒരു ക്രിസ്തീയ ഗാനം പാടുന്നത് അവർക്ക് സഹിക്കില്ല, അവർക്കത് ഇഷ്ടമില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നമ്മുടെ ആളുകളൊക്കെ ആത്മീയമായി ഉയർന്ന നിലയിലെത്തുന്നത് വരെ ഇത്തരത്തിൽപ്പെട്ട ഗിമ്മിക്കുകൾക്ക് പോകാതെ റൂട്ടിൽ നിന്ന് തുടങ്ങ്. തൊലിപ്പുറത്തല്ല തുടങ്ങേണ്ടത്, റൂട്ടിൽ നിന്ന് തുടങ്ങ്. ആ റൂട്ട് എവിടെ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ എന്താണ്? നിങ്ങൾ യേശുവിനെ ആരാധിക്കുക, യേശുവിനെ ആരാധിച്ചാൽ മതി എന്ന് പറയുക. പക്ഷേ മറ്റു ദൈവങ്ങളില്ല എന്ന് പറയരുത്, എന്നെങ്കിലും പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ കല്ലിനെ പൂജിക്കരുതെന്ന് പറഞ്ഞ് പുച്ഛത്തോടെ പറയരുത്, എന്നെങ്കിലും പറഞ്ഞു കൊടുക്കണം. അതിനെയാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ സാധാരണ ജനങ്ങൾക്കിടയിൽ അങ്ങനല്ല. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഐക്യത്തിലാണ്. ഇന്ന് പല ക്രിസ്ത്യൻസും ഒക്കെ ഇടയ്ക്ക് മുറയ്ക്കുമൊക്കെ അമ്പലത്തിൽ പോകുന്നവരുണ്ട്. ഇന്നത്തെ തലമുറ ഒരുപാട് മാറി വരുന്നുണ്ട്. എങ്കിലും അവരിൽ വിഷം കുത്താൻ ശ്രമിക്കുന്നവരുമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇതാണ് എനിക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഈ നന്ദഗോവിന്ദൻ ഭജൻസൊക്കെ നിങ്ങൾ ഭജന പാടാൻ പോകുന്നിടത്ത് ഭജന പാട്. അതിൻ്റെ ഇടയിലൂടെ ഒരു ക്രിസ്ത്യൻ പാട്ട് പാടി ഞങ്ങളൊക്കെ അന്യമതത്തോട് സ്നേഹിക്കുന്നവരാണെന്ന് അങ്ങനെയല്ല. നിങ്ങൾ അന്യമതത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരുടെ ദൈവത്തെ ബഹുമാനിക്കുകയാണ് വേണ്ടത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ബൈബിളുമായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ മതം, ഞാൻ എൻ്റെ ദൈവത്തെ, ഞാൻ എൻ്റെ കൃഷ്ണനെ ആരാധിക്കുന്നു. ഞാൻ കൃഷ്ണനെ മാത്രമേ ആരാധിക്കൂ. പക്ഷേ നിങ്ങളുടെ യേശു ദൈവമാണ്, എനിക്കറിയാം. യേശുവിന് ശക്തിയുമുണ്ട്, അതെല്ലാം എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിന് ഇപ്പം ഞാൻ പള്ളിയിൽ ചെന്നാൽ അങ്ങനെ പറയൂ, യേശുദേവ അങ്ങ് എന്ത് ചെയ്യണം? എനിക്ക് കൃഷ്ണനിൽ കഠിന ഭക്തി തരണേ, അങ്ങനെ ഞാൻ പറയും. അപ്പോൾ മറ്റുള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ദൈവത്തെ ആരാധിക്കുക. നിങ്ങൾ മറ്റു ദൈവത്തെ നിന്ദിക്കരുത്, അവരുടെ പൂജാക്രമങ്ങളെ നിന്ദിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്തുനിന്നേ മതസൗഹാർദ്ദം വളരും. അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരാ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ, ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭജന പാടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രിസ്തീയ പാട്ട് പാടിയാലോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലെ പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിന്ദു പാട്ട് പാടിയാലോ എന്നും യാതൊരു കുഴപ്പവും ഇല്ല. അപ്പം ബുദ്ധിജീവികളോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ബുദ്ധിജീവികൾക്ക് വേണ്ടി വാദിക്കാതെ ഒരുപാട് സാധാരണ മനുഷ്യരുണ്ട്, അവർക്കും കൂടെ വേണ്ടി ശബ്ദിക്കുക. രാധേ രാധേ.